1 ലേഖനം 11 7 വാക്യം. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടത് അല്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. പുരുഷൻ ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തിന്റെ പ്രതിനിധിയായും അവിടുത്തെ മഹത്വത്തിന്റെ പ്രതിഫലനമായും നിൽക്കുന്നതുകൊണ്ട് ആരാധനയിൽ പുരുഷൻ തല മൂടരുത്. എന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്നും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ട് അവന്റെ മഹത്വമായിരിക്കുന്നതിനാൽ ദൈവ സാന്നിധ്യത്തിൽ മനുഷ്യന്റെ തേജസ് മറയ്ക്കപ്പെടേണ്ടതിനായി അവൾ തല മൂടണം എന്നതാണ് ഈ വാക്യത്തിന്റെ കാതലായ അർത്ഥം. വിശുദ്ധ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിയുടെ അടിസ്ഥാന തത്വത്തെയാണ്. ഉൽപ്പത്തി പുസ്തകം 1 26 27 വാക്യത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 2 18 വാക്യവും 22 വാക്യവും ചേർത്ത് വായിച്ചാൽ ദൈവം പുരുഷനെ ആദ്യം സൃഷ്ടിക്കുകയും അവന് ഒരു തുണയായി അവന്റെ വാരിയെല്ലിൽ നിന്നും സ്ത്രീയെ നിർമ്മിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. പുരുഷൻ ദൈവത്തെ നേരിട്ട് പ്രതിഫലിപ്പിക്കുമ്പോൾ സ്ത്രീ പുരുഷന്റെ സൗന്ദര്യത്തെയും പൂർണ്ണതയെയും പ്രതിഫലിപ്പിക്കുന്നു എന്നതിന്റെ പഴയ നിയമരേഖയാണിത്. വിവാഹത്തെക്കുറിച്ചും കുടുംബക്രമത്തെക്കുറിച്ചും സംസാരിച്ചപ്പോൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു വിരൽ ചൂണ്ടിയത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ സൃഷ്ടി തത്വത്തിലേക്കാണ്. മത്തായി സുവിശേഷം 19 വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു, ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? യോഹന്നാൻ സുവിശേഷം 7 വാക്യത്തിൽ ദൈവസന്നിധിയിൽ മനുഷ്യന്റെ സ്വന്തം മഹത്വമോ പുകഴ്ചയോ അല്ല, ദൈവത്തിന്റെ തേജസ് മാത്രമാണ് വെളിപ്പെടേണ്ടത് എന്ന് യേശു പഠിപ്പിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പൗലോസ് ഇവിടെ ഇപ്രകാരം പറയുവാൻ കാരണമെന്ത്? കൊരിന്ത് സഭയിൽ ആരാധന നടക്കുമ്പോൾ മനുഷ്യന്റെ മഹത്വമോ ബാഹ്യമായ ആകർഷണങ്ങളോ അല്ല, ദൈവത്തിന്റെ പരമാധികാരവും മഹത്വവുമാണ് പ്രകടമാകേണ്ടത്. പുരുഷൻ തല മൂടാതെ നിൽക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. സ്ത്രീ തല മൂടുമ്പോൾ മനുഷ്യന്റെ തേജസ് ദൈവ സാന്നിധ്യത്തിൽ മറയ്ക്കപ്പെടുകയും ദൈവത്തിന്റെ തേജസ് മാത്രം ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു എന്ന് കൊരിന്ത്യരെ ബോധ്യപ്പെടുത്തുവാനാണ് വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ ഇപ്രകാരം പറയുന്നത്. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കൂടുമ്പോൾ മനുഷ്യന്റെ അഹങ്കാരമോ സൗന്ദര്യമോ അല്ല, ദൈവത്തിന്റെ മഹത്വം മാത്രമാണ് ഉയർത്തപ്പെടേണ്ടത്. 2. പുരുഷനും സ്ത്രീയും പരസ്പരം താഴ്ന്നവരോ ഉയർന്നവരോ അല്ല, മറിച്ച് ദൈവം നിശ്ചയിച്ച വ്യത്യസ്തമായ ആത്മീയ പങ്ക് ഭംഗിയായി നിർവഹിക്കുന്നവരാണ്. 3. ലോകത്തിന്റെ താറുമാറായ ലിംഗ കാഴ്ചപ്പാടുകളെ അനുകരിക്കാതെ ദൈവം ആദിയിൽ വെച്ച വിശുദ്ധമായ ക്രമത്തെ സഭയിലും കുടുംബത്തിലും ബഹുമാനിക്കുക. ചുരുക്കത്തിൽ ആരാധന ദൈവമഹത്വത്തിന്റെ വെളിപ്പാടാണ്. ദൈവം വെച്ച സൃഷ്ടിപരമായ ക്രമങ്ങൾ പാലിച്ച് മാനുഷിക പുകഴ്ചകൾ മറച്ച് ദൈവത്തിന് മാത്രം മഹത്വം നൽകി നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.